എല്ലാവർക്കും നമസ്കാരം. BT ക്യാഷ് എന്ന പ്രോജക്റ്റിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ജിമെയിലിലേക്ക് ലോഗിൻ ചെയ്ത് ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ജിമെയിലിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കപ്പെടും. അവിടെ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് നമ്മുടെ ഏറ്റവും മുകളിൽ കാണുന്ന ജിമെയിൽ, അതിൽ ജിമെയിൽ ID, ഇപ്പോൾ ഈ ജിമെയിൽ ID എന്ന് പറയുന്നത് KKashwathi228@gmail.com എന്നാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക, ജിമെയിൽ ID. രണ്ടാമത് നമ്മുടെ ജിമെയിലിൻ്റെ സ്റ്റോറേജ്, ഇപ്പോൾ ഈ ജിമെയിൽ 0 ആണ് കാണിക്കുന്നത്, അതായത് സ്റ്റോറേജ് ഫുള്ളല്ല. സ്റ്റോറേജ് ഫുള്ളാണില്ല, അതായത് ഇപ്പോൾ ഇത് 15 GB ആണ് ജിമെയിലിൻ്റെ സ്പേസ് കാണിക്കപ്പെടുന്നത്. അതിൽ ഒരു 70-80% ഫുള്ളായി കഴിഞ്ഞാൽ ചിലപ്പോൾ പുതിയ നമുക്ക് മെസ്സേജുകൾ, അതായത് OTP വരുന്നത് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മെയിൽ സ്റ്റോറേജ് എത്രയുണ്ടെന്ന് പരിശോധിക്കുക. സ്റ്റോറേജ് ഒരു 70% മുകളിലേക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തുള്ള സ്റ്റോറേജ് ഒന്ന് കുറച്ച് മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ട് തന്നെ സ്റ്റോറേജ് ഒന്ന് കാലിയാക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഡിലീറ്റ് ചെയ്താൽ മതി. ഓരോ ഫോണിൽ വ്യത്യസ്ത രീതിയായിരിക്കും. ഇതിങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോയിക്കോളും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഫോണിലേക്ക് വരുന്ന മെസ്സേജുകൾ ഒന്നെങ്കിൽ നമ്മുടെ ഈ ഒരു പേജിലായിരിക്കും ഉണ്ടാവുക. ഇടതുവശത്തുള്ള ഈ 3 വരയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മെയിലിലേക്ക് വരുന്ന എല്ലാ മെയിലുകളും, ഓൾ ഇൻബോക്സ്, നമ്മുടെ മെയിലിലേക്ക് വരുന്ന എല്ലാ മെയിലുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മെയിലുകൾ ഉണ്ടെങ്കിൽ എല്ലാ മെയിലുകളും ഇങ്ങനെ കാണാൻ സാധിക്കും. ഇനി അടുത്തത്, ഇനി ഒരു പക്ഷേ അവിടെ മെയിലില്ലെങ്കിൽ സ്പാം എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സ്പാം എന്ന് കാണിക്കപ്പെടും. ഈ രണ്ട് സ്ഥലത്തും നമ്മുടെ മെയിലിലേക്ക് വരുന്ന മെയിൽ കാണാൻ സാധിച്ചില്ലെങ്കിൽ സ്പാം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ റീഫ്രഷ് ചെയ്ത് നോക്കണം. അതായത് ഒരു മെയിൽ നമ്മുടെ മെയിലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, കറക്റ്റ് മെയിൽ ID ആണെങ്കിൽ നമ്മുടെ മെയിലിലേക്ക് വരുന്ന മെസ്സേജ് കാണേണ്ട രീതികൾ ഒന്നെങ്കിൽ സ്പാമിൽ നോക്കുക, അല്ലെങ്കിൽ ഏറ്റവും മേലെ ഓൾ ഇൻബോക്സിൽ നോക്കുക, അതല്ലെങ്കിൽ സാധാരണ നമ്മൾ ലോഗിൻ ചെയ്യുന്ന പോലെ ലോഗിൻ ചെയ്യുന്ന പേജിലേക്ക് നോക്കുക. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓൾ ഇൻബോക്സ് എന്നുള്ളത് പരിശോധിക്കാൻ പറയാൻ കാരണം, ചില ഫോണുകളിൽ ഒന്നിലേറെ മെയിലുകളുണ്ടാവും. ഈ ഒന്നിലേറെ മെയിലുകളുള്ളപ്പം ചിലപ്പോൾ നമുക്ക് അവസാനം വരുന്ന മെയിൽ കാണാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ മെയിൽ എന്നുള്ള ഓപ്ഷൻസ്, ഓൾ ഇൻബോക്സ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫോണിൽ 4 മെയിലുണ്ടെങ്കിൽ 4 മെയിൽ 3 മെയിലൊക്കെ സെറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും. അങ്ങനെ കൂടുതൽ മെയിലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനം വരുന്ന മെസ്സേജ് നമുക്കവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞ കാര്യം. അതിനുശേഷം ചെയ്യേണ്ടത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന മെയിലിൻ്റെ ID അത് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട്, ഇതവിടെ KKashwathi228@gmail.com എന്നുള്ള മെയിൽ ID ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തുടർന്ന് ഈ മെയിൽ കോപ്പി ചെയ്യാം. ഓക്കെ, പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിലിലേക്ക് വരുന്ന OTP ആ ഫോണിൽ തന്നെയാണ്, അതായത് നമ്മുടെ മെയിലിലേക്ക് മെസ്സേജ് വരുന്ന ഫോണിൽ തന്നെ പരമാവധി ID അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ BT ക്യാഷിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മെയിലിലേക്ക് ഒരു OTP വരും. ഈ OTP നമ്മൾ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത്, അതായത് OTPയിലേക്ക് മെയിലിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിച്ച പേജ് ലോഗോ ടൈപ്പും. അപ്പോൾ വീണ്ടും നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഏത് ഫോണിലാണോ ഈ മെയിൽ വരുന്നത് ആ ഫോണിൽ ഒരു കാരണവശാലും ID രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഓർമ്മിക്കുക, അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ലോഗോ ആയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഓർമ്മിക്കുക. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മെയിൽ കോപ്പി ചെയ്യുക. തുടർന്ന് തൊട്ട് മുകളിൽ തന്നിരിക്കുന്ന ഈ ലിങ്കിൻ്റെ ലാസ്റ്റ് നമ്പർ 267 ആണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് BT ക്യാഷിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പേജിലേക്ക് പ്രവേശിക്കപ്പെടും. അതിൽ ഇമെയിൽ ID എന്ന സ്ഥലത്ത് നമ്മുടെ മെയിൽ ID കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന മെയിൽ ID കൊടുക്കുക. ഓക്കെ, KKashwathi228@gmail.com എന്നുള്ള മെയിൽ ID കൊടുക്കുക. ശേഷം രജിസ്റ്റർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. OTP നമ്മുടെ മെയിലിൽ വന്നിട്ടുണ്ടാവും. ആ OTP ഇവിടെ എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ചെയ്യുമ്പോഴാണ് രജിസ്ട്രേഷൻ സക്സസ് ആവുക. അപ്പോൾ അതിനായിട്ട് നമ്മുടെ മെയിലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പോൾ എൻ്റെ ഈ ഫോണിൻ്റെ ഏറ്റവും മുകളിൽ OTP വന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് പോരുക. ഇതിൽ വന്നിരിക്കുന്ന OTP 2085 ആണ്. കോപ്പി ചെയ്തു, 2085. OTP 2085 ആണ്. അതിവിടെ കൊടുക്കുക. അതിനുശേഷം അത് വെരിഫൈ ചെയ്യുക. അപ്പോൾ കാണിച്ചു OTP എക്സ്പയർ ആയി. എന്തുകൊണ്ട് എക്സ്പയർ ആയി എന്ന് വെച്ചാൽ ഞാൻ ലോഗൗട്ട് ചെയ്തുകൊണ്ടാണ്. OTP കൊടുത്ത സമയത്ത് നമ്മുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയി. പ്രത്യേകിച്ച് ഓർമ്മിക്കുക, നമ്മൾ OTP കൊടുക്കുന്ന സമയത്ത് എക്സ്പയർ ആയെന്ന് കാണിക്കുവാണെങ്കിൽ അതൊന്ന് പേജ് റീഫ്രഷ് ചെയ്യാൻ പ്രത്യേകിച്ച് ഓർമ്മിക്കുക. റീഫ്രഷ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ OTPയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇനി പാസ്വേഡ് എന്ന് പറയുന്നത് വലിയ അക്ഷരം ഉണ്ടായിരിക്കണം. ഇപ്പോൾ ക്യാപിറ്റൽ ഉണ്ട്, ഞാൻ A എന്നിട്ടു. പിന്നെ സ്മോൾ ഉണ്ടാവണം. ഇപ്പോൾ തൽക്കാലം അഡ്രിയാൻ എന്നെഴുതി. പിന്നെ ഇതുപോലത്തെ സിമ്പലുകൾ ഉണ്ടാവണം, ചിഹ്നങ്ങൾ ഉണ്ടാവണം. ഇപ്പോൾ ചിഹ്നം ഞാൻ @എന്ന് എഴുതി.
എന്നിട്ട് ഇവിടെ പാസ്വേഡ് 1 2 3 എന്ന് എഴുതി. അപ്പോൾ പാസ്വേഡ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഈ ഐ സിമ്പലിൽ ക്ലിക്ക് ചെയ്യാം. അഡ്രിയാനെറ്റ് 1 2 3 എന്നാണ് ഞാൻ ഇതിൻ്റെ പാസ്വേഡ് വെച്ചിരിക്കുന്നത്. തൊട്ട് താഴെ വീണ്ടും പാസ്വേഡ് കൊടുക്കാം. പ്രത്യേകിച്ച് ഓർമ്മിക്കുക, വലിയ അക്ഷരം ഉണ്ടാവണം, ചെറിയ അക്ഷരം ഉണ്ടാവണം, സിമ്പൽ ഉണ്ടാവണം, സംഖ്യകളുണ്ടാവണം. ഇത്രയുണ്ടെങ്കിൽ മാത്രമേ പാസ്വേഡ് നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതിനുശേഷം എഗ്രി എന്നുള്ള ഈ 2 ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അപ്ഡേറ്റ് എന്നുള്ള ഈ ഒരു താഴത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയി. ഇനി ആർക്കെങ്കിലും ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡിയും പാസ്വേഡും സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ സേവ് ആയിക്കോളും. ശേഷം ഇവിടെ ഡണ്ണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ പേജിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഓക്കെ, രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയി. ഇനി നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്മുടെ മെയിൽ ഐ ഡി ഞാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി ഇതാണ്. പിന്നെ തൊട്ട് താഴെ പാസ്വേഡ് കൊടുക്കുക. അഡ്രിയാനെറ്റ് 1 2 3 കൊടുക്കുക. ശേഷം 4 + 4 8 എന്നുള്ളത് ക്യാപ്ച ഇവിടെ കൊടുക്കുക. 4 + 4 8. ഓക്കെ, അവിടെ ചിലപ്പോൾ 1 + 2 എന്നായിരിക്കും. അതായത് 1 മുതൽ 9 വരെയുള്ള 2 സംഖ്യകളായിരിക്കും അപ്പുറം ഇപ്പുറം കാണിക്കുക. അത് തമ്മിൽ കൂട്ടിയിട്ട് താഴെ എഴുതുക. ശേഷം ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്ക് ലോഗിൻ ചെയ്യപ്പെടും. വീണ്ടും നിങ്ങൾക്ക് പാസ്വേഡ് സേവ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ സേവ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ സേവ് ചെയ്യപ്പെടും. അതിനുശേഷം ഈ 3 വരയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വാലറ്റിൻ്റെ അഡ്രസ്സ് എടുക്കാം. വാലറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടെ ഓർമ്മിക്കുക, 3 വരെ ക്ലിക്ക് ചെയ്യുക. വാലറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വാലറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഏറ്റവും താഴെ നിങ്ങളുടെ വാലറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ കാണിക്കപ്പെടും. ഇവിടെ ഒരു കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും, QR കോഡ് കാണിക്കും. നമുക്കിപ്പം ഈ വാലറ്റിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തെടുത്താൽ മതി. പ്രത്യേകിച്ച് ഓർമ്മിക്കുക, ഇവിടെ ഇങ്ങനെ കോപ്പി ചെയ്യാം. അതിനുശേഷം കോപ്പി ചെയ്തതിന് ശേഷം ഈ വാലറ്റിൻ്റെ അഡ്രസ്സും അതേപോലെ തന്നെ ഈ മെയിൽ ഐ ഡിയുടെ പേര് KKAshwathi228@gmail.com എന്നാണ്. അതേപോലെ വാലറ്റിൻ്റെ അഡ്രസ്സ് ഇതാണ്. ഇപ്പോൾ ഈ വാലറ്റിൻ്റെ അഡ്രസ്സ് നമ്മളിവിടെ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഓർമ്മിക്കുക, നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് അറിയാതെ അവിടെ വേറെ സംഖ്യകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാതെ ടൈപ്പ് ചെയ്ത് പോകരുത്. അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ആയി പോവുകയോ ഒന്നും ചെയ്യരുത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യുക. പ്രത്യേകിച്ച് ഓർമ്മിക്കുക. പിന്നീട് നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരാൾക്ക് അതായത് ഒരു ഫോൺ നമ്പറിൽ ഒരു മെയിൽ ഐ ഡിയിലും അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു KYC ആധാർ കാർഡ് പാൻ കാർഡിൽ ഒന്നിലേറെ ഐ ഡികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ നമുക്ക് BT ക്യാഷിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ബോണസ് കോയിനുകൾ നമുക്ക് പിൻവലിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരാൾ ഒന്നിലേറെ ഐ ഡികൾ രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ പ്രത്യേകിച്ച് ഓർമ്മിക്കുക. ഒരു കാരണവശാലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പാഴ് പ്രവൃത്തിയായി പോകുന്നത് പ്രത്യേകിച്ച് ഓർമ്മിക്കുക. ഇത്രയും രജിസ്ട്രേഷൻ നിങ്ങൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ്റെ അടുത്ത് നിങ്ങളുടെ മെയിൽ ഐ ഡി, നിങ്ങളുടെ ഈ വാലറ്റിൻ്റെ അഡ്രസ്സ് ഇത് രണ്ടും ഫോർവേഡ് ചെയ്ത് തരിക. നിങ്ങളുടെ പേരും ഫോൺ നമ്പറും അയച്ചു തരിക. പ്രത്യേകിച്ച് നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങളുടെ മെയിലിലേക്ക് വരുന്ന മെസ്സേജ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് OTP വരുന്ന മെസ്സേജിൻ്റെ പേര് ടീം മെറ്റാബിറ്റി എന്നായിരിക്കും ഉണ്ടാവുക. ഈ മെസ്സേജിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ്, ഈ മെയിലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ താഴെ വെരിഫൈ യുവർ അക്കൗണ്ട് കാണിക്കും. എന്നിട്ട് ഈ OTP കാണിക്കും. ഈ OTP ആണ് നിങ്ങളവിടെ കൊടുക്കേണ്ടത്. അതുകൊണ്ട് പരമാവധി സ്വന്തം ഫോണിൽ തന്നെ, അതായത് ആ മെയിൽ ഐ ഡി ഉപയോഗിക്കുന്ന ഫോണിൽ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ലോഗൗട്ടായി പോകാനും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ സക്സസ് ആവാതിരിക്കാനും സാധ്യതയുള്ളതിനാൽ കഴിവതും മറ്റൊരു ഫോണിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇനി അതേ ഫോണിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ OTP കൊടുക്കേണ്ട പേജിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കുകയും പ്രത്യേകിച്ച് ഓർമ്മിക്കാം.